അച്ഛനെ കൊന്നയാളോട് പ്രതികാരം ചെയ്യാൻ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലെ കോട്ടയത്തേക്ക് വരുന്ന 3 സഹോദരങ്ങൾ. ഇതിൽ ഏറ്റവും മൂത്തയാൾ ഭയങ്കര വയലൻ്റാണ്. അയാൾ എങ്ങനെയും ഇയാളെ കൊല്ലണം എന്നുള്ള മൈൻഡിലാണ് വരുന്നത്. പക്ഷേ ഏറ്റവും ഇളയാൾക്ക് ഈ വയലൻസിനോടൊന്നും ഒരു താല്പര്യവുമില്ല. അതുകൊണ്ട് തന്നെ ഈ ഏറ്റവും ഇളയാളെ അച്ഛൻ കുറച്ച് മാറ്റി നിർത്തിയാണ് വളർത്തിയിരുന്നത്. അങ്ങനെ ഏറ്റവും മൂത്തയാളുടെ നിർബന്ധപ്രകാരം 3 പേരും കൂടി പ്ലാൻ ചെയ്ത് ഈ അച്ഛനെ കൊന്നയാളുടെ വീട്ടിലേക്ക് വരികയാണ് അയാളെ കൊല്ലാൻ വേണ്ടിയിട്ട്. അങ്ങനെ വന്നു കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത് ഈ അച്ഛനെ കൊന്നയാളുടെ മകൻ എന്ന് പറയുന്നത് ഏറ്റവും വലിയ സൈക്കോ ആയിരുന്നു. ഈ ഒരു കൺസെപ്റ്റിനെ ബേസ് ചെയ്ത് 2021 തമിഴിൽ ഇറങ്ങിയ ഒരു ഡാർക്ക് കോമഡി മൂവിയാണ് കടസിലെ ബിരിയാണി എന്ന് പറയുന്നത്. ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് നിഷാന്ത് കൽഡിന്നി എന്ന് പറയുന്ന ഡയറക്ടറാണ്. ഇതൊരു ടെക്നിക്കലി ഒരു ബ്രില്യൻറ്റ് മൂവിയാണ്. നല്ല സിനിമാറ്റിക് ഷോട്ട്സും ചുരുളിയിലേക്ക് ഷോട്ട്സ് പോലത്തെ മൊത്തം ഒരു കാട് പ്രദേശവും റബ്ബർ തോട്ടമൊക്കെ കാണിച്ചുകൊണ്ടുള്ളൊരു ഫിലിമാണ്. ആ ഒരു പ്രദേശവും അതിൻ്റെയൊക്കെ ഭംഗിയും കാണിച്ചുകൊണ്ട് കുറേ നല്ല ഷോട്ട്സുകളും നല്ല എഡിറ്റിങ്ങും മ്യൂസിക്കും ബിജിയും എല്ലാം കൊണ്ടും SFX നല്ല പല സൗണ്ട്സൊക്കെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്നൊരു സിനിമയാണ്. ടോട്ടലി നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ്. ഒരു സിനിമ കണ്ടിരിക്കുമ്പോൾ നല്ല ചുരുളിയിലേക്ക് ഇപ്പോഴത്തെ ആ ഒരു സൗണ്ട് എഫക്ട്സും കാര്യങ്ങളൊക്കെ ബേസ് ചെയ്ത് പോകുന്നൊരു ഇതാണ്. പിന്നെ എടുത്ത് പറയുന്നത് ഹക്കീം ഷാ എന്ന് പറയുന്ന ആക്ടർ, മലയാളിയായ ഹക്കീം ഷാ ഇതിൻ്റെ അകത്ത് നല്ലൊരു റോൾ ഉണ്ട് കേട്ടോ. കിഡിലനായിട്ടുള്ളൊരു പെർഫോമൻസ് പുള്ളിയുടെ നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും. ഒരു സൈക്കോ മൂഡിൽ കാണിക്കുന്നൊരു സംഭവം. അതുപോലെ ആക്ടിങ് വൈസ് എല്ലാവരും സൂപ്പറായിട്ടുള്ളൊരു സംഭവമായിരുന്നു. പക്ഷേ എനിക്ക് ഈ പടം അങ്ങോട്ട് വർക്കായില്ല. കാരണം ഇത് കുറച്ച് അണ്ടർ റേറ്റഡ് ആണ് എന്നുള്ള രീതിയിൽ ഞാൻ കുറേ അടുത്ത് കേട്ടിരുന്നതാണ്. അപ്പോൾ അങ്ങനെ ഇത് കണ്ടു നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഈ പടം എനിക്ക് വർക്കാഞ്ഞതിൻ്റെ കാര്യം ഇത് കോമഡിയാണ് എന്ന് പറഞ്ഞിട്ടും എനിക്ക് കോമഡിയായിട്ടും സീരിയസ് ആയിട്ടും എനിക്കൊന്നും പ്രത്യേകിച്ചും തോന്നിയില്ല. ഇതിലെ സ്റ്റോറി ബേസ് ആണെങ്കിലും എനിക്ക് സ്റ്റോറി വൺ ലൈൻ ഇൻട്രസ്റ്റ് ആണെങ്കിലും പക്ഷേ ഇത് ചെയ്ത് വന്നപ്പോൾ എനിക്ക് കോമഡിയായിട്ട് എവിടെയും തോന്നിയില്ല. അതൊരു ഡാർക്ക് കോമഡി മൂഡിൽ നിന്നാണ്. ഇതുപോലെ തന്നെ ചിലപ്പോൾ ഞാൻ കണ്ടതിൻ്റെ മൂഡായിരിക്കാം. ഈ പൾപ്പ് ഫിക്ഷനൊന്നും എനിക്ക് ആദ്യം ഇഷ്ടപ്പെട്ടിരുന്നില്ല. പിന്നെ രണ്ടാമത് കണ്ടപ്പോഴാണ് ഇഷ്ടപ്പെട്ടത്. ചിലപ്പോൾ ഇത് രണ്ടാമത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇഷ്ടപ്പെടുമായിരിക്കും. അതുപോലെ ഒരുപാട് പേർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സിനിമയാണ്. ഈ ഡയറക്ടർ ഫസ്റ്റ് സിനിമയാണെന്നുള്ള രീതിയിൽ ഭയങ്കര രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടൊരു സിനിമയാണ്. എക്സ്പെരിമെൻ്റൽ മൂവി. ഇങ്ങനത്തെ സിനിമകളൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർക്കൊന്ന് കണ്ടു നോക്കാം. കണ്ടിട്ടൊന്ന് കമൻറ്റ് ചെയ്യും.